അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം സൂറത്തു സൽസല ഒന്നാമത്തെ സൂക്തം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ, ഭൂമി അതിശക്തമായി വിറപ്പിക്കപ്പെട്ടാൽ. ഇദാ സുൽസിലത്ത് വിറപ്പിക്കപ്പെട്ടാൽ, അൽ അർളു ഭൂമി, സിൽസാലഹ അതിൻ്റെ വിറപ്പിക്കപ്പെടൽ. ശുദ്ധ ഖുർആനിലെ 99-ാമത്തെ അധ്യായമാണ് സൂറത്തു സൽസല, സൂറത്തു സിൽസാൽ. ഈ അധ്യായത്തിൻ്റെ തൊട്ടു മുന്നിലുള്ള സൂക്തം അവസാനിച്ചത് ദാലിക ലിമൻ ഖശിയ റബ്ബ, അത് സ്വർഗീയ പ്രതിഫലങ്ങൾ തൻ്റെ നാഥനെ ഭയന്നവർക്കുള്ളതാണ് എന്ന് പറഞ്ഞാണ്. ആ പ്രതിഫലം ഏത് സമയത്താണ് ലഭ്യമാവുക എന്നതാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. ലോകം അവസാനിച്ച ശേഷമാണ് എല്ലാവർക്കും പ്രതിഫലം ലഭ്യമാവുക. ലോകം അവസാനിക്കുന്ന സമയത്തുണ്ടാകുന്ന രൗദ്രഭാവങ്ങളെയാണ് ഈ അധ്യായം അതിൻ്റെ തുടക്കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ, ഭൂമി അതിശക്തമായി വിറകൊള്ളും, വലിയ പ്രകമ്പനം, വലിയ ഭൂകമ്പമുണ്ടാകും. ചെറിയ ചെറിയ പ്രദേശങ്ങളെ ബാധിക്കുന്ന ഭൂചലനങ്ങൾ എത്രമാത്രം വലിയ അപകടങ്ങൾ സൃഷ്ടിക്കാറുണ്ട് എന്നതിന് കാലം സാക്ഷിയാണ്, മനുഷ്യ ചരിത്രം സാക്ഷിയാണ്, ലോകം സാക്ഷിയാണ്. എത്രയോ ഭൂകമ്പങ്ങൾ ലോകത്തുണ്ടായിട്ടുണ്ട്. കെട്ടിടങ്ങൾ തകർന്നടിഞ്ഞ് വീണ, വാഹനങ്ങൾ തകർന്നു വീണ, ഭൂമി ശക്തമായി ഇളകി മറിഞ്ഞ, ആളുകൾ നിലത്ത് വീണ ഒട്ടേറെ ഭൂകമ്പങ്ങൾ. അത്തരം ഭൂകമ്പങ്ങൾ തന്നെ അതത് പ്രദേശവാസികളെ വലിയ അർത്ഥത്തിൽ പ്രയാസപ്പെടുത്തുമ്പോൾ ഇവിടെ പറയുന്ന ഭൂകമ്പം, ഭൂചലനം ലോകം അവസാനിക്കുന്നതിൻ്റെ ഭാഗമായി മുഴുവൻ മനുഷ്യരെയും മുഴുവൻ ഭൂമിയെയും ബാധിക്കുന്ന ഭൂചലനമാണ്. ഭൂമിയുടെ ഉപരിതലം അവിചാരിതമായി ചലിക്കുന്നതിനാണ് ഭൂകമ്പം അല്ലെങ്കിൽ ഭൂമികുലുക്കം എന്ന് പറയുന്നത്. അത് ശക്തമായാൽ വലിയ അപകടങ്ങൾക്ക് കാരണമാകും. ഭൂമികുലുക്കത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രത്തെ സെയ്സ്മോളജി എന്നാണ് പറയുക. ഏതെങ്കിലും പ്രദേശത്ത് വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്ന ഭൂകമ്പങ്ങളെ മേജർ ഷോക്ക് അഥവാ പ്രധാന ആഘാതം എന്നാണ് പറയുക. അതിന് മുന്നോടിയായി ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ഫോർ ഷോക്ക് എന്നും, ഭൂകമ്പം കഴിഞ്ഞ ശേഷം പിന്നെയും ചെറിയ ചെറിയ ഭൂകമ്പങ്ങളിലൂടെ പ്രയാസങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ആഫ്റ്റർ ഷോക്ക് എന്നും പറയും. മേജർ ഷോക്ക് അഥവാ പ്രധാന ആഘാതം എവിടെയെല്ലാം ഉണ്ടായിട്ടുണ്ടോ അവിടെയെല്ലാം മനുഷ്യൻ വലിയ അളവിൽ പ്രയാസപ്പെട്ടിട്ടുണ്ട്, കഷ്ടനഷ്ടങ്ങൾ സഹിച്ചിട്ടുണ്ട്. ഭൂകമ്പം കാരണമായി സുനാമിയും മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും ഒക്കെ ഉണ്ടായിട്ടുമുണ്ട്. ഭീകരമായ ഭൂകമ്പങ്ങൾ ലോകത്തെ അങ്ങേയറ്റം അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ട്, ഞെട്ടിച്ചിട്ടുണ്ട്. ഇവിടെ പറയുന്ന ഭൂകമ്പം ലോകത്തെ മൊത്തം ബാധിക്കുന്ന അന്തിമ കാഹളത്തിൻ്റെ ഭാഗമായുള്ള ഭൂകമ്പമാണ്. അന്ത്യദിനത്തിൻ്റെ ഭാഗമായി സുസ്ഥിരമായി കാൽച്ചുവട്ടിൽ നിലകൊള്ളുന്ന ഭൂമിയെ അള്ളാഹു പിടിച്ചു കുലുക്കുകയാണ്. അങ്ങനെ ഭൂമി വിറകൊള്ളുകയാണ്, അത് ആടിയുലയുകയാണ്. ആ ഭൂമിയിൽ ഉറച്ചു നിന്നിരുന്ന എല്ലാ ബിൽഡിങ്ങുകളെയും, എടുപ്പുകളെയും, കെട്ടിടങ്ങളെയും അത് തകർക്കുകയാണ്. ഭൂമിയെ മുഴുവൻ ബാധിക്കുന്ന ഈ സർവനാശം അന്ത്യദിനത്തിൻ്റെ ഏത് ഘട്ടത്തിലാണ് ഉണ്ടാവുക എന്നതിനെക്കുറിച്ച് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. ചിലർ പറഞ്ഞത് ഇത് അന്ത്യനാളിന് നാന്ദി കുറിക്കുന്ന ഭൂകമ്പമാണ്, പ്രകമ്പനമാണ്, സകല ആളുകളും അതോടെ മരിച്ചു വീഴുന്ന അവസ്ഥയുണ്ടാകും എന്നാണ്. എന്നാൽ മറ്റു ചിലർ പറഞ്ഞത് ഇത് രണ്ടാം ഘട്ടത്തിലുണ്ടാകുന്ന ഭൂകമ്പമാണ്, ഇതോടുകൂടി എല്ലാം പുറത്തേക്ക് വരികയും അവരെല്ലാം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്നാണ്. ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ 3 അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഉച്ചരിക്കുക. വേൽ, വേൽ, സേയ്, സേയ്, ضاد, ضاد. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. إذا زلزلت الأرض زلزالها. إذا زلزلت الأرض زلزالها. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.